ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന 5 ഡേറ്റ സയൻസ് പ്രൊജക്റ്റുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ഈ ഒരു പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമെയിലും ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോജക്റ്റ് 1, ഐറിസ് ഫ്ലവർ ക്ലാസിഫിക്കേഷൻ. സോ നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും ആദ്യത്തെ പ്രോജക്റ്റാണിത്. പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും നമ്മൾ ആദ്യം പഠിക്കുന്നത് ഹലോ വേൾഡ് എങ്ങനെ പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ മെഷീൻ ലേണിംഗിൽ വരുന്ന ഹലോ വേൾഡ് ആണ് നമ്മുടെ ഐറിസ് ഫ്ലവർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഐറിസ് എന്ന് പറയുന്നത് ഒരു പൂവാണ്. ഓക്കെ, അപ്പം നമുക്കൊരു ഐറിസ് പൂവിൻ്റെ സെപ്പൽ ലെങ്ത്തും സെപ്പൽ വിട്ടും പെറ്റലിൻ്റെ ലെങ്ത്തും പെറ്റൽ വിട്ടും ഒക്കെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് തരം ഐറിസ് പൂവാണ്, അതിൻ്റെ സ്പീഷീസ് ഏതാണ് എന്നുള്ളത് നമ്മുടെ മോഡൽ പ്രെഡിക്റ്റ് ചെയ്യണം. സോ ഇത് തുടക്കക്കാർക്ക് വളരെ നല്ലൊരു പ്രോജക്റ്റ് ആണ്. സോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ ഡേറ്റ വളരെ ക്ലീൻ ആയതുകൊണ്ട് തന്നെ ക്ലീനിങ് പരിപാടി എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ വളരെ ചെറിയ ഡേറ്റ സെറ്റ് ആയതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ നമുക്കിത് ട്രെയിൻ ചെയ്യിക്കാനും പറ്റും. സോ ഇവിടെ ക്ലാസിഫിക്കേഷൻ എന്ന ഒരു മെഷീൻ ലേണിംഗ് ടെക്നിക്ക് പഠിക്കാനും ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ സെറ്റ് ആണ്. സോ ഇതിനാവശ്യമായിട്ടുള്ള ഈ പറയുന്ന ഐറിസ് ഡേറ്റ സെറ്റ് നമ്മുടെ സൈക്കിറ്റ് ലൈബ്രറി അല്ലെങ്കിൽ സൈക്കിറ്റ് ലേൺ എന്ന് പറയുന്ന ലൈബ്രറിയിൽ തന്നെ അവൈലബിൾ ആണ്. സോ ലോജിസ്റ്റിക് റിഗ്രഷൻ, കെ നിയറസ്റ്റ് നൈബേഴ്സ് പോലുള്ള സിമ്പിൾ അൽഗോറിതംസ് ഉപയോഗിച്ച് ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് എളുപ്പത്തിൽ തീർക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഹൗസ് പ്രൈസ് പ്രഡിക്ഷൻ ആണ്. ദാറ്റ് ഈസ് നമ്മുടെ റിഗ്രഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്, ദാറ്റ് ഈസ് മെഷീൻ ലേണിംഗിലുള്ള റിഗ്രഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഒരു വീടിന്റെ പല ഫീച്ചേഴ്സ്, അതായത് വീടിരിക്കുന്ന സ്ഥലത്തിന്റെ ഏരിയ, പിന്നെ ബെഡ്റൂംസിന്റെ എണ്ണം, ലൊക്കേഷൻ തുടങ്ങിയ ഡീറ്റെയിൽസ് വെച്ച് ആ വീടിന്റെ വില എത്രയായിരിക്കും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു പ്രോജക്റ്റ്. സോ ക്ലാസിഫിക്കേഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കണ്ടിന്യൂസ് വാല്യൂ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് പഠിക്കാൻ ഈ ഒരു പ്രോജക്റ്റ് നമ്മളെ സഹായിക്കും. ഇനി ഫീച്ചർ എഞ്ചിനീയറിംഗിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡേറ്റയിൽ നിന്ന് പുതിയ ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റും. റിയൽ എസ്റ്റേറ്റ് പോലുള്ള മേഖലകളിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. സോ ഇതിനാവശ്യമായ ഡേറ്റ സെറ്റ് നിങ്ങൾക്ക് കാഗിളിൽ നിന്നോ അല്ലെങ്കിൽ UCI മെഷീൻ ലേണിംഗ് റിപ്പോസിറ്ററിയിൽ നിന്നോ അവൈലബിൾ ആയിരിക്കും. ആൻഡ് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. ലീനിയർ റിഗ്രഷൻ പോലുള്ള അൽഗോറിതംസ് ഉപയോഗിച്ച് ഈ പ്രോജക്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ്. പ്രോജക്റ്റ് 3 എന്ന് പറയുന്നതാണ് ടൈറ്റാനിക് സർവൈവൽ പ്രെഡിക്ഷൻ. ഓക്കെ, സോ കാഗിളിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ടൈറ്റാനിക് സർവൈവൽ പ്രെഡിക്ഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഈ ഒരു പ്രോജക്റ്റ്? നമ്മുടെ ടൈറ്റാനിക് ഡിസാസ്റ്ററിൽ പെട്ട ഒരു യാത്രക്കാരന്റെ ഡീറ്റെയിൽസ്, ദാറ്റ് ഈസ് ഏജ്, ജെൻഡർ, പിന്നെ ടിക്കറ്റ് സ്റ്റാറ്റസ്, ഇതൊക്കെ വെച്ച് അയാൾ രക്ഷപ്പെടുമായിരുന്നോ ഇല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാന്നുള്ളത്. സോ ഇതൊരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണ്. ഓക്കെ, സോ ഇത് ബിഗിനേഴ്സിന് പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രോജക്റ്റ് ആണ്. കാരണം ഇവിടെ ഡേറ്റ പ്രീ പ്രോസസ്സിങ് വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. കാരണം ഈ ഡേറ്റ സെറ്റിൽ മിസ്സിംഗ് വാല്യൂസ് കുറച്ചധികം ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് പഠിക്കാനായിട്ട് പറ്റും. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫീച്ചർ എക്സ്പ്ലോറേഷൻ, അതായത് ഏത് തരം യാത്രക്കാരനാണ് രക്ഷപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ടായിരുന്നത് എന്ന ഡേറ്റ അനലൈസ് ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കുന്നതും ഇവിടെ വളരെ രസകരമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മുടെ റിയൽ വേൾഡിലുള്ള ഡേറ്റ എന്ന് പറയുന്നത് പലപ്പോഴും അത്ര ക്ലീൻ ആയിരിക്കില്ല. സോ അത്തരം ഡേറ്റയായിട്ട് നമുക്ക് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല സ്റ്റാർട്ടായിരിക്കും. സോ ഈ പ്രോജക്റ്റ് നിങ്ങളുടെ ഡേറ്റ അനാലിസിസ് സ്കിൽസ് ബെറ്റർ ആക്കാനും ഒരുപാട് സഹായിക്കും. പ്രോജക്റ്റ് 4, സ്പാം ഇമെയിൽ ഡിറ്റക്ഷൻ. സോ ഇതൊരു നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് പ്രോജക്റ്റ് ആണ്, നമ്മുടെ NLP. ഓക്കെ, ദാറ്റ് ഈസ് സ്പാം ഇമെയിൽ ഡിറ്റക്ഷൻ. സോ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ഇമെയിൽ അത് സ്പാം ആണോ അല്ലയോ എന്നുള്ളത് തരം തിരിക്കാം. സോ ഇത് NLPയിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. ഓക്കെ, ടെക്സ്റ്റ് ഡേറ്റ എങ്ങനെ മെഷീൻ ലേണിംഗ് മോഡലുകൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ മാറ്റാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത് നമ്മളിവിടെ പഠിക്കാനായിട്ട് സഹായിക്കും. സോ ബാഗ് ഓഫ് വേർഡ്സ്, TF-IDF പോലെയുള്ള അടിസ്ഥാനമായിട്ടുള്ള NLP ടെക്നിക്കുകൾ പഠിക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണിത്. സോ നമ്മുടെ എല്ലാം ജിമെയിൽ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ടെക്സ്റ്റ് ഡേറ്റയുമായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് തുടങ്ങാനും പറ്റിയ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ്. അടുത്തൊരു പ്രോജക്റ്റ് ആണ് ഹാൻഡ് റിട്ടൺ ഡിജിറ്റ് റെക്കഗ്നിഷൻ, നമ്മുടെ അവസാനത്തെ പ്രോജക്റ്റ്. ഓക്കെ, സോ കമ്പ്യൂട്ടർ വിഷനിലെ ഒരു ക്ലാസിക് പ്രോജക്റ്റ് ആണിത്. കൈകൊണ്ട് എഴുതിയ ഒരു ഡിജിറ്റിന്റെ ചിത്രം, ദാറ്റ് 0 മുതൽ 9 വരെ എഴുതിയിട്ടുള്ള ഡിജിറ്റ്സിന്റെ ചിത്രങ്ങൾ നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കും. ഓക്കെ, ആൻഡ് നമ്മുടെ ആ ഒരു കമ്പ്യൂട്ടർ അത് ഏത് ഡിജിറ്റ് ആണ് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാം. സോ ന്യൂറൽ നെറ്റ്വർക്സിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ആണ്. ഇതൊരു ബെസ്റ്റ് സ്റ്റാർട്ടാണ്. ഇമേജ് ഡേറ്റ എങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്നും നമുക്കിവിടെ പഠിക്കാനായിട്ട് പറ്റും.
കെറാസ്, ടെൻസെഫ്ലോ പോലുള്ള ലൈബ്രറികൾ ഉപയോഗിച്ച് വളരെ സിമ്പിളായ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാക്കി ഈ ഒരു പ്രോജക്റ്റും ചെയ്യാൻ സാധിക്കും. സോ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ച് നല്ലൊരു ധാരണ ലഭിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തുടക്കക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന 5 മെഷീൻ ലേണിംഗ് ആൻഡ് ഡേറ്റ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ആൻഡ് ദെൻ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്